ഇതൊരു വലിയ സാക്ഷ്യമാണ്. ഞങ്ങളെ ചില നാളുകൾക്ക് മുന്നമേ ഞങ്ങൾ കുടുംബമായി ഒരുമിച്ച് എറണാകുളത്ത് അവരുടെ വീട്ടിൽ അവർ വിളിച്ചതനുസരിച്ച് ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു. ആ സമയത്ത് അവർ ഒത്തിരി കാലങ്ങളായി കാനഡയിൽ പോകാനല്ലേ, കാനഡയിൽ പോകാൻ പരിശ്രമിച്ചു. അവരുടെ എല്ലാ പരിശ്രമങ്ങളും ഫെയിലൂറായി, നടന്നില്ല. അവർ പ്രത്യാശയിൽ അതിലൊക്കെ മടുത്തു നിന്ന സമയത്താണ് അന്ന് കൃത്യമായ ഒരു ദൈവശബ്ദം, ഒരു തീയതി, ദിവസം പരിശുദ്ധാത്മാവ് സംസാരിച്ചു. അവർ തന്നെ അതിൻ്റെ സാക്ഷ്യം വിശദമായി പറയും. ദൈവമാലോചനകളിൽ വിശ്വസ്തനാണ്. ചേർന്ന് പറഞ്ഞ ദൈവമാലോചനകളിൽ വിശ്വസ്തനാണ്. ദൈവം പറഞ്ഞതുപോലെ കൃത്യമായി അവിടെ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടു. 14-ാമത്തെ ദിവസം എന്ന് പറഞ്ഞു. അതേ 14-ാമത്തെ ദിവസം പുറത്തു കൊണ്ടുവന്നു. ഇതും അതുപോലെ ദിവസം പറഞ്ഞ് ദൈവാത്മ പ്രവചിച്ചതാണ്. അതിൻ്റെ ഒരു സാക്ഷ്യമായി ഇവർ നിൽക്കുന്നത്. അപ്പോൾ അവർ തന്നെ അത് പറയും. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ശ്രീജിത്ത് പാസ്റ്ററിനെ കുറിച്ചും CCGനെ കുറിച്ചും കേൾക്കുന്നത് നമ്മുടെ ചർച്ചിൽ വരുന്ന സ്റ്റാൻലി ബ്രദറും നിസി സിസ്റ്ററും ത്രൂ ആണ്. അവരിവിടെ വന്ന് ആരാധന കൂടിയപ്പം നിസി സിസ്റ്ററുടെ അമ്മച്ചിക്ക് ഒരു ഹീലിംഗ് കിട്ടി. ആ ടെസ്റ്റിമണി കേട്ടിട്ടാണ് നമ്മളിവിടെ വരുന്നത്. അങ്ങനെ ഇവിടെ വന്നു, ആരാധന കൂടി, നമ്മൾ പോയി. ആദ്യമായിട്ട് ഞാൻ പാസ്റ്ററുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് ഏപ്രിൽ 5-ാം തീയതി 2023 നമ്മൾ സംസാരിച്ച്. പാസ്റ്ററിനെ നമ്മളെക്കുറിച്ചൊന്നും അറിയത്തില്ല, ഒരു ഐഡിയ ഇല്ല. എൻ്റെ നമ്പർ മാത്രമേ ഉള്ളൂ. എന്നെ വിളിച്ചു, സംസാരിച്ചു. അവസാനം പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് പാസ്റ്റർ ഇങ്ങോട്ട് ഞാനെന്നാൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ടുവേർഡ്സ് എൻഡ് പാസ്റ്റർ പറഞ്ഞു, 342 ദിവസങ്ങൾക്കകം നിങ്ങളിവിടുന്ന് ദൈവം പറിച്ച് മഞ്ഞ് പൊഴിയുന്ന ദേശത്തിലേക്ക് നിങ്ങളെ പറിച്ചു നടന്നു എന്നൊരു ദൂത ദൈവം പരിശുദ്ധാത്മാവിൽ ത്രൂ പാസ്റ്റർ പറഞ്ഞു. On April 5th, it was the first time brother spoke to our pastor on the phone, and before he asked him to pray, pastor told him that let me pray a word, and at the end of the prayer, pastor said a particular number, that is 342. Within that days, you will be flying to a country which has snowfall. അപ്പോൾ ഈ 342 ഡേയ്സിനകത്ത് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ അതിന് മുമ്പ് 2 വർഷമായിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഒരു അനക്കവും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. നമ്മളുടെ ഫയൽ സെലക്ട് ആയിട്ടില്ല, നമുക്കൊരു ഇൻവിറ്റേഷൻ ഒന്നും വന്നിട്ടില്ല. ഈ ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ 1 വർഷം വേണം പോകാൻ. അപ്പോൾ 342 എന്ന് പറഞ്ഞാൽ 1 വർഷത്തിനെക്കാട്ടും കുറവാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞു, നമ്മളത് വിശ്വസിച്ചു, നമ്മളത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജൂലൈ, അതായത് ഏപ്രിൽ 5-ാം തീയതി ഈ വേർഡ് വരുന്നത്, ജൂലൈയിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ സെലക്റ്റായി. അവർ നമുക്ക് ഇൻവിറ്റേഷൻ അയച്ചു. നിങ്ങൾക്ക് കാനഡയിലേക്ക് വരാനുള്ള ഒരു ഇൻവിറ്റേഷൻ അവർ ആദ്യമായിട്ട് ജൂലൈ മാസത്തിൽ വരുന്നു. ജൂലൈ മാസത്തിൽ ഇൻവിറ്റേഷൻ വരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ മെഡിക്കലിൻ്റെ റിക്വസ്റ്റ് വരുന്നു. നമ്മൾ ട്രിവാൻഡ്രം പോയി മെഡിക്കൽ ചെയ്യുന്നു. സെപ്റ്റംബറിൽ ബയോമെട്രിക് എല്ലാം ഭയങ്കര സ്പീഡിലായിരുന്നു നടക്കുന്നത്. ഓരോ 30 ഡേയ്സ് എന്നുള്ള സമയത്തിലുള്ള മെഡിക്കൽസ്, ബയോമെട്രിക് എല്ലാം കഴിഞ്ഞ് അവസാനം പിന്നെ വീണ്ടും ഈ ബയോമെട്രിക്കിൻ്റെ സമയത്തിന് തൊട്ട് മുമ്പാണ് ഈ ഒരു ഓൾമോസ്റ്റ് 25 ഡെലിഗേറ്റ്സിനെ ഇവർ തിരിച്ചങ്ങോട്ട് വിളിച്ചത്. കാനഡ, ഈ ഒരു ഇന്ത്യൻ കാനഡ പ്രശ്നം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് 21 ഡെലിഗേറ്റ്സിനെ വിളിച്ചപ്പോൾ നമ്മൾ ഓർത്തു ഇതെല്ലാം വീണ്ടും പ്രശ്നമായി, ഡിലേ ആകുന്നു. പക്ഷേ അവിടെ ദൈവം ആ പ്രശ്നം തുടങ്ങി ഒരാഴ്ചക്കകം കണ്ട് നമ്മളെ ബയോമെട്രിക്കിനെ ബാംഗ്ലൂരിൽ വിളിക്കുകയും അത് തീർന്നു. അങ്ങനെ ഡിസംബറിൽ നമ്മൾ വീസ സ്റ്റാമ്പിങ്ങിന് വേണ്ടി പാസ്പോർട്ട് ഡൽഹിക്ക് അയച്ചു. ജാനുവരിയിൽ തിരിച്ചു വന്നു. ഇത് വന്നപ്പോൾ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ടിക്കറ്റ് ഫെയർ ഉള്ള ഡേറ്റാണ് നോക്കുക. നമ്മൾ 342 അവിടെ ഇരിക്കട്ടെ, പക്ഷേ നമുക്ക് ഏറ്റവും കുറവുള്ള ഡേറ്റ് ഏതാ ടിക്കറ്റ് എടുക്കുന്ന നോക്കിയിട്ട് വേണമല്ലോ എന്ന് ഓർത്തിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇനി അടുത്ത അങ്ങോട്ടൊരു 4 മാസത്തേക്ക് അല്ല 1.5 ലക്ഷം രൂപയാണ് ഒരു ടിക്കറ്റിന്. മാർച്ച് 7-ാം തീയതി മാത്രമേ ഉള്ളൂ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്. മാർച്ച് 7-ാം തീയതി ബുക്ക് ചെയ്യാൻ ഓർത്തു. ഡേയ്സ് നോക്കി ഞാൻ വീണ്ടും ഏപ്രിൽ 5 മുതൽ 1, 2, 3, 4, 5 കൗണ്ട് ചെയ്തു. മാർച്ച് 12-നാണ് 342. മാർച്ച് 7-ന് നമ്മൾ പോവുക. ആ പറഞ്ഞ ദിവസത്തിന് മുമ്പ് തന്നെ പാസ്റ്റർ പറഞ്ഞു, വിത്തിൻ 342 days God will take you from here. 342 ഡേയ്സിന് മുമ്പ് തന്നെ നമുക്ക് ടിക്കറ്റ്സ് ദൈവം തന്നു. പിന്നെ എൻ്റെ ഫാദറിൻലോ ഇവിടെ വന്നായിരുന്നു. ഫാദറിൻലോയ്ക്ക് ഒരു ഹീലിംഗ് ഇവിടെ ഉണ്ടായി. എൻ്റെ ഫാദർ ഇവിടെ വന്നായിരുന്നു. ഫാദറിന് വലിയൊരു ഹീലിംഗ് ഇവിടെ നിന്നുണ്ടായി. ഈ ചർച്ച് വലിയ ബ്ലെസ്സിങ് ആണ്. പിന്നെ പാസ്റ്ററുടെ കൂടെ ഒക്കെ സ്റ്റേജിൽ നിൽക്കുക, വർഷിപ്പ് ചെയ്യാൻ വലിയ ബ്ലെസ്സിങ് ആണ്. താങ്ക് യു സോ മച്ച്. മിക്കവാറും ഈ സൺഡേ ആയിരിക്കും നമ്മൾ ലാസ്റ്റ് ഇവിടെ വരുന്നത്. കാരണം നെക്സ്റ്റ് സൺഡേ ഒരു സെൻഡ് ഓഫ് ഒക്കെ ഉണ്ട് നമ്മുടെ അവിടുത്തെ ചേർച്ചിൽ. സോ പ്ലീസ് കണ്ടിന്യൂ ടു പ്രേ ഫോർ us. ആൻഡ് നമുക്കിത് ഈ ചർച്ചും പാസ്റ്ററും വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. സോ വി വിൽ കണ്ടിന്യൂ ടു പ്രേ ഫോർ യു.
though they've been trying for 2 years, nothing happened. But since they heard this prophecy, every procedure took a speed. And then they got the confirmation in July. Then August they had this medical, and then again they received the visa. And pastor had told them within 342 days, although they had not thinking about it, they tried to find out the cheapest flight. But it so happened, it really fell, the date of their traveling fell within the 342 days. The church has been a real blessing, and brother was saying that it was indeed a great blessing to stand with our pastor and to share the stage, and they're asking our prayers. ഒന്ന് കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യുന്നേ. Hallelujah. 342 ദിവസത്തിനകത്ത് പോകുമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്തെ ഫ്ലൈറ്റ് ദൈവം കണ്ടു, ഫ്ലൈറ്റിന്റെ റേറ്റ് കണ്ടു, എല്ലാം ഒരുക്കി. ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, കരമുയർത്തി ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കുക. എത്രേ ശബ്ദം ഉയർത്തി പറയാം, അത്രേ ശബ്ദത്തിൽ പറ, യേശു നല്ലവനാ, യേശു വലിയവനാ, യേശു ജീവിക്കുന്നു. മടിയില്ലെങ്കിൽ കര ഉയർത്തി ശബ്ദത്തിൽ പറ, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. എല്ലാവരും ഒന്ന് കൈ നീട്ടി അനുഗ്രഹിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇവരുമായി കാനഡയിൽ വെച്ച് കാണുമെന്നുള്ളത് 100% ഉറപ്പാ. പക്ഷെ ഇതിനകത്ത് ഒത്തിരി പേര് അവിടെ വെച്ച് മീറ്റ് ചെയ്യും. സ്തോത്രം ചെയ്യും. ഇതെല്ലാം ദൂത. കരം നീട്ടി ഇവരെ അനുഗ്രഹിച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. കൃപയെന്നല്ലാതെ ഒന്നും പറയാനില്ല ഡാഡി. ഇന്ന് ദിനത്തിന്റെ ആവശ്യമോ ഇവരുടെ വിഷയങ്ങളോ അറിയാതെ, മാനുഷികമായി അറിയാതെ ഇരിക്കെ, ആദ്യത്തെ പ്രാർത്ഥനയിൽ, ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞു. അവിടുന്ന് തീയതി നിശ്ചയിച്ചു. അങ്ങ് നിശ്ചയിച്ച തീയതി കൃത്യമാണ്. അതിനെ ആർക്കും പൊളിക്കാൻ പറ്റത്തില്ല. ലോകത്തിനോ ഹെരോദാവിനോ അധികാരങ്ങൾക്കോ അതിനെ പിശാചിനോ അതിനെ പൊളിക്കാൻ പറ്റത്തില്ല. ആ തീയതിയിൽ ദൈവം വേഗത്തിൽ എല്ലാം ചലിപ്പിച്ചു. എന്റെ ദൈവം അതൊരുക്കി. നിന്റെ ജനം വരികയാണ്. ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു, ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു, ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു, ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു. ഇവിടെയും ആ രാജ്യത്തും ഇനിയും ജീവനുള്ള സാക്ഷ്യങ്ങൾ തുടർമാനമായി ഇവിടെ മേൽ വരട്ടെ. നിങ്ങളുടെ കൃപ തൊട്ടതിനായി സ്തോത്രം. അത്ഭുതമാക്കണം. ഇൻ ജീസസ് നെയിം. ആമേൻ, ആമേൻ, ആമേൻ.